വെൽക്കം ബാക്ക് ടു QA ഫോക്കസ്. ഇന്ന് നമ്മൾ വർക്ക് എനർജി പവറിനകത്ത് കൊളീഷനാണ് നോക്കുന്നത്. കൊളീഷൻ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. എക്സാമിന് സ്ഥിരം ചോദിച്ച് കാണാറുള്ളതാണ്. ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ നമുക്കിതിനകത്ത് നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാം. 3 മാർക്ക് ക്വസ്റ്റ്യൻ നമുക്കിതിനകത്ത് നിന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, ഇനി കൊളീഷൻ എന്ന് വെച്ചാൽ എന്താ? കൂട്ടിമുട്ടുക അല്ലേ? 2 ഓബ്ജക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിയിടിക്കുന്നതിനാണ് കൊളീഷൻ എന്ന് പറയുന്നത്. നമ്മളിവിടെ മെയിനായിട്ടും കൊളീഷനെ 3 ആയിട്ടാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. കൊളീഷനെ നമ്മൾ മെയിനായിട്ട് 3 ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇലാസ്റ്റിക് കൊളീഷനാണ്, ഇലാസ്റ്റിക് കൊളീഷൻ. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഇൻഇലാസ്റ്റിക് കൊളീഷനാണ്, ഇൻഇലാസ്റ്റിക് കൊളീഷനാണ്. നെക്സ്റ്റ് കാറ്റഗറീസ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷൻ, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷൻ. ഇങ്ങനെയാണ് നമ്മൾ 3 ആയിട്ട് ഇതിനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. ഇനി എന്താ ഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറയുന്നത്? ഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറഞ്ഞാൽ മൊമെൻറ്റം, കൈനറ്റിക് എനർജി, ടോട്ടൽ എനർജി എല്ലാം കൺസേർവ്ഡ് ആയിരിക്കും. എല്ലാം കൺസേർവ്ഡ് ആണെങ്കിൽ അത് ഇലാസ്റ്റിക് കൊളീഷനാണ്. ഇൻഇലാസ്റ്റിക് കൊളീഷനകത്തേക്ക് വരുമ്പോഴത്തേക്കും മൊമെൻറ്റവും ടോട്ടൽ എനർജിയും കൺസേർവ്ഡ് ആയിരിക്കും. കൈനറ്റിക് എനർജി നോട്ട് കൺസേർവ്ഡ് അല്ല. അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സും കൺസർവേറ്റീവ് അല്ല, നോട്ട് കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്, അല്ലെങ്കിൽ നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. ഫോഴ്സും കൺസർവേറ്റീവ് അല്ല, നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ആണ് അവിടെ ആക്ട് ചെയ്യുന്നത്. അപ്പം ഇതൊക്കെ ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്, അല്ലെങ്കിൽ ട്രൂ ഓർ ഫോൾസ് ഒക്കെ ആയിട്ട് നമുക്ക് ചോദിക്കാവുന്നതാണ്. 1 മാർക്ക് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ട്രൂ ഓർ ഫോൾസ് ഒക്കെ ആയിട്ട് നമുക്ക് വരാവുന്നതാണ്. ഇലാസ്റ്റിക് കൊളീഷനകത്ത് മൊമെൻറ്റം, കൈനറ്റിക് എനർജി, ടോട്ടൽ എനർജി കൺസേർവ്ഡ് ആണ്. ഇൻഇലാസ്റ്റിക് വരുമ്പോൾ മൊമെൻറ്റവും ടോട്ടൽ എനർജിയും കൺസേർവ്ഡ് ആയിരിക്കും, പക്ഷേ കൈനറ്റിക് എനർജി കൺസേർവ്ഡ് ആകണമെന്ന് നിർബന്ധമില്ല, കൺസേർവ്ഡ് ആയിരിക്കില്ല. ഇനി ഫോഴ്സ് എന്ന് പറയുന്നത് നോൺ കൺസർവേറ്റീവ് ആണ്. അപ്പം എന്താ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറയുന്നത്? 2 ബോഡീസ് കൊളൈഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ആഫ്റ്റർ കൊളീഷൻ ഇഫ് 2 ബോഡീസ് ഒന്നുകിൽ അത് സ്റ്റിക്ക് ചെയ്യണം, രണ്ടും കൂടെ ഒട്ടിപ്പിടിക്കണം, സ്റ്റിക്ക് ടുഗദർ, അല്ലെങ്കിൽ മൂവ് ടുഗദർ. ഒന്നുകിൽ സ്റ്റിക്ക് ചെയ്യണം അല്ലെങ്കിൽ മൂവ് ടുഗദർ ആയിരിക്കണം, രണ്ടും കൂടെ ഒന്നിച്ച് മൂവ് ചെയ്യണം. അപ്പം ഇങ്ങനെ വരുന്ന കേസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറയുന്നത്. കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ? ഇനി ഇതിനകത്ത് നിന്ന് എക്സാമിന് ഏതാ ചോദിക്കുന്നതെന്നുള്ളതല്ലേ നമുക്ക് അറിയേണ്ടത്. എക്സാമിന് ഇതിനകത്ത് നിന്ന് ഏതായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്? 3 മാർക്ക് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ 3 മാർക്ക് ക്വസ്റ്റ്യൻ ഏതായിരിക്കും ഇതിനകത്ത് നിന്ന് മെയിനായിട്ട് ചോദിക്കാനുള്ള പോസിബിലിറ്റി? കൊളീഷൻ ഇൻ 1 ഡയമെൻഷൻ ആണ് സാധാരണ ചോദിച്ചു കാണാറുള്ളത് 3 മാർക്കിന്. കൊളീഷൻ ഇൻ 1 ഡയമെൻഷൻ ക്രിസ്മസ് എക്സാമിന് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്രിസ്മസ് എക്സാമിന്, പബ്ലിക് എക്സാമിന്, ഇംപ്രൂവ്മെന്റ് എക്സാമിന് ഒക്കെ ചോദിച്ചു കാണാറുള്ള എക്സാമാണ്, ക്വസ്റ്റ്യൻ ആണ്. എക്സാമിനൊക്കെ ചോദിച്ചു കാണാറുള്ളതാണ്. അപ്പോൾ യാതൊരു കാരണവശാലും സ്കിപ്പ് ചെയ്ത് കളയണ്ട കേട്ടോ. ഇതിനകത്ത് നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഒന്നുകിൽ ഇങ്ങനെയാണ്: ചേഞ്ച് ഇൻ വെലോസിറ്റി ആഫ്റ്റർ കൊളീഷൻ ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി ബിഫോർ കൊളീഷൻ. ചേഞ്ച് ഇൻ വെലോസിറ്റി ആഫ്റ്റർ കൊളീഷൻ ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി ബിഫോർ കൊളീഷൻ. അല്ലെങ്കിൽ റിലേറ്റീവ് വെലോസിറ്റി ആഫ്റ്റർ കൊളീഷൻ ന്യൂമറിക്കലി ഈക്വൽ ടു റിലേറ്റീവ് വെലോസിറ്റി ബിഫോർ കൊളീഷൻ. റിലേറ്റീവ് വെലോസിറ്റി ആഫ്റ്റർ കൊളീഷൻ ന്യൂമറിക്കലി ഈക്വൽ ടു റിലേറ്റീവ് വെലോസിറ്റി ബിഫോർ കൊളീഷൻ. അല്ലെങ്കിൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ആഫ്റ്റർ കൊളീഷൻ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി ബിഫോർ കൊളീഷൻ. അപ്പോൾ ഇത് ഏതെങ്കിലും ഒരു രീതിയിലായിരിക്കും സാധാരണ ക്വസ്റ്റ്യൻ ചോദിച്ച് കാണാറുള്ളത്. ഒന്നുകിൽ ഇങ്ങനെ ചോദിക്കാം, അല്ലെങ്കിൽ ഈ രീതിയിലും ചോദിക്കാം. ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? ഓക്കെ, നമുക്കിനി അതിൻ്റെ ഡെറിവേഷനിലേക്ക് പോവാം. M1 M2 മാസ്സുള്ള 2 ഓബ്ജക്ട്സ്, M1 U1 വെലോസിറ്റി മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു, M2 U2 വെലോസിറ്റിയിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ടും കൂടി കൊളൈഡ് ചെയ്യുന്നു.
കൊളീഷൻ കഴിഞ്ഞിട്ട് M1 V1 വെലോസിറ്റിയിലും M2 V2 വെലോസിറ്റിയിലും മൂവ് ചെയ്യുന്നു. അപ്പോൾ ഈ എഴുതിയിരിക്കുന്നത് ബിഫോർ കൊളീഷനാണ്, ഈ എഴുതിയിരിക്കുന്നത് ആഫ്റ്റർ കൊളീഷനാണ്. ഇനി ഇലാസ്റ്റിക് കൊളീഷനകത്ത് നമുക്കറിയാവുന്ന കാര്യമുണ്ട്, മൊമെൻറ്റം, കൈനറ്റിക് എനർജി, ടോട്ടൽ എനർജി കൺസേർവ്ഡ് ആയിരിക്കും. നോക്കിക്കേ, മൊമെൻറ്റം, കൈനറ്റിക് എനർജി, ടോട്ടൽ എനർജി, ഇത് മൂന്നും എപ്പോഴും എന്തായിരിക്കും? കൺസേർവ്ഡ് ആയിരിക്കും അല്ലേ? ഇത് മൂന്നും കൺസേർവ്ഡ് ആയിരിക്കും. അപ്പോൾ ഇത് മൂന്നും വെച്ചിട്ടാണ് നമ്മൾ ഈ ഡെറിവേഷൻ ചെയ്യുന്നത്. ശരിക്കും ഇതെടുക്കേണ്ട കാര്യമില്ല, ഇത് രണ്ടും മാത്രം മതി കേട്ടോ. മൊമെൻറ്റവും കൈനറ്റിക് എനർജി മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി, നമുക്ക് ഡെറിവേഷനിലേക്ക് എത്താം. ചെയ്ത് നോക്കാം. ഓക്കെ, മൊമെൻറ്റം ബിഫോർ കൊളീഷൻ, കൊളീഷന് മുമ്പുള്ള മൊമെൻറ്റം അവിടെ എന്തൊക്കെയാണെന്ന് നോക്കാം. മൊമെൻറ്റം ബിഫോർ കൊളീഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെത് M1U1 പ്ലസ് M2U2, ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ മൊമെൻറ്റം ആഫ്റ്റർ കൊളീഷൻ വരുമ്പോൾ എന്ത് വരും? മൊമെൻറ്റം ആഫ്റ്റർ കൊളീഷൻ ഈസ് M1V1 പ്ലസ് M2V2 അല്ലേ? മൊമെൻറ്റം കാണാനുള്ള ഇക്വേഷൻ M×V ആണ്. അപ്പോൾ ഫസ്റ്റ് ബോഡിയുടേത് M1V1, സെക്കൻഡ് വണ്ണിൻ്റെത് M2V2. ഇനി ബൈ കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം അല്ലേ, നമുക്ക് എന്ത് പറയാം? ബൈ കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം, മൊമെൻറ്റം ബിഫോർ കൊളീഷൻ ഈക്വൽ ടു മൊമെൻറ്റം ആഫ്റ്റർ കൊളീഷൻ അല്ലേ? P ബിഫോർ കൊളീഷൻ ഈക്വൽ ടു P ആഫ്റ്റർ കൊളീഷൻ. ബിഫോർ കൊളീഷൻ ഈക്വൽ ടു ആഫ്റ്റർ കൊളീഷൻ നമുക്ക് എഴുതാൻ പറ്റും. ശരിയാണോ? അപ്പം അങ്ങനെയാണ് നമുക്ക് എന്തെഴുതാം? M1U1 പ്ലസ് M2U2 ഈക്വൽ ടു M1V1 പ്ലസ് M2V2. ഇവിടെ നമ്മൾ M1 വരുന്ന ടേംസ് എല്ലാം കൂടി ഒരു സൈഡിലേക്ക് കൊണ്ടുവരിക. അപ്പം ഇവിടെ ഒരു M1U1 ഉണ്ട്, ഇപ്പുറത്തുനിന്ന് M1V1 കൂടി ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു. ഇവിടെ M2V2 ഉണ്ട്, ഇവിടെയുള്ള M2ൻ്റെ ടേമിനെയും കൂടി ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു. രണ്ടിനകത്ത് M1 അങ്ങ് കോമൺ ആയിട്ട് പുറത്തെടുത്തു. ബാക്കി ആരുണ്ട്? U1 മൈനസ് V1 ഈക്വൽ ടു M2 ഇൻറ്റു V2 മൈനസ് U2. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1. അതുപോലെ തന്നെ നമുക്കിവിടെ പിന്നെ എന്ത് പറയാം? കൈനറ്റിക് എനർജി പറയാം അല്ലേ? അപ്പോൾ കൈനറ്റിക് എനർജി ബിഫോർ കൊളീഷൻ ഈക്വൽ ടു എന്തായിരിക്കും? കൈനറ്റിക് എനർജി ആഫ്റ്റർ കൊളീഷൻ ആയിരിക്കും. കൈനറ്റിക് എനർജി ബിഫോർ കൊളീഷൻ ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി ആഫ്റ്റർ കൊളീഷൻ. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹാഫ് M1U1 സ്ക്വയർ പ്ലസ് ഹാഫ് M2U2 സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹാഫ് M1V1 സ്ക്വയർ പ്ലസ് ഹാഫ് M2V2 സ്ക്വയർ. കൈനറ്റിക് എനർജി ഹാഫ് MV സ്ക്വയർ ആണ്. അപ്പം ബിഫോർ കൊളീഷൻ ആകുമ്പോഴത്തേക്കും U1 U2 കൊടുക്കണം, ആഫ്റ്റർ കൊളീഷൻ ആകുമ്പോഴത്തേക്കും V1 V2 കൊടുക്കണം. അത്രയേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. എന്നിട്ട് ഇവിടെ ചെയ്തതുപോലെ തന്നെ നമ്മൾ M1 വരുന്ന ടേംസ് കൂടി ഒരു സൈഡും M2 വരുന്ന കൂടി മറ്റേ സൈഡിലേക്കും. അതിന് മുമ്പായിട്ട് ഹാഫ് ഒക്കെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞേക്കാം, എല്ലായിടത്തും ഉണ്ട്, അത് വേണ്ട. M1 കൂടി ഒരു സൈഡിലേക്ക് വരുമ്പം M1 U1 സ്ക്വയർ മൈനസ് M2 V1 സ്ക്വയർ. സോറി, M1ൻ്റെ ടേംസ് കൂടി ഒരു സൈഡിലേക്ക് കൊണ്ടുവരാനാണ് പറഞ്ഞത് അല്ലേ? ഓക്കെ, M1 V1 സ്ക്വയർ ഈക്വൽ ടു ഇവിടെ വരുമ്പോഴത്തേക്കും M2 V2 സ്ക്വയർ ഇവിടെയുണ്ട്, മൈനസ് ഇവിടെയുള്ള M2 U2 സ്ക്വയർ ഇപ്പുറത്തേക്ക് വരും. ഇവിടെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ M1 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു. ബാക്കി ആര് വരും? U1 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ ഈക്വൽ ടു
m2 ഇൻറ്റു v2 സ്ക്വയർ മൈനസ് u2 സ്ക്വയർ. ഇത് ഇക്വേഷൻ നമ്പർ 2. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇക്വേഷൻ 2നെ 1 കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്യുക. ഇക്വേഷൻ 2 ഡിവൈഡഡ് ബൈ 1. ഇനി ഇത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറിൻ്റെ ഫോമിലല്ലേ? ഇതിനെ നമുക്ക് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് എഴുതാമല്ലോ. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. അപ്പോൾ m1 u1 പ്ലസ് v1 ഇൻറ്റു u1 മൈനസ് v1. ഇപ്പുറത്തേക്ക് വരുമ്പോഴോ m2 ഇൻറ്റു v2 മൈനസ് u2 ഇൻറ്റു v2 പ്ലസ് u2 എന്ന് വരും അല്ലേ? v2 പ്ലസ് u2 എന്ന് വരും. ഇതിനെ നമ്മൾ ഇക്വേഷൻ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും 1 ആരായിരുന്നു? m1 u1 മൈനസ് v1 m2 v2 മൈനസ് u2. എളുപ്പമാണ്. m1 ഒക്കെ കട്ടായിപ്പോയി. u1 മൈനസ് v1 ഇത് രണ്ടും ക്യാൻസലായി. ഇവിടെ m2 പോയി. ബാക്കി u2 v2 മൈനസ് വരുന്നത് ക്യാൻസലായി. ഇത് ഇത്രയും ക്യാൻസലായി കഴിഞ്ഞിട്ട് ബാക്കി നമുക്കിനി ഇതിനകത്ത് ഇനി വന്നിരിക്കുന്നത് ആരൊക്കെയാണ്? u1 പ്ലസ് v1 ഈക്വൽ ടു v2 പ്ലസ് u2 എന്ന് വന്നിട്ടുണ്ട്. ശരിയാണോ? u1 പ്ലസ് v1 ഈക്വൽ ടു v2 പ്ലസ് u2 എന്ന് വന്നിട്ടുണ്ട്. ക്ലിയർ അല്ലേ? u1 പ്ലസ് v1 ഈക്വൽ ടു u2 പ്ലസ് v2 എന്നാണ് നമുക്ക് ബാക്കി വന്നിരിക്കുന്നത്. ഇതിൻ്റെ അകത്തുനിന്ന് ഈ u2 വരുന്ന ടേംസിനെ നമ്മൾ ഇപ്പുറത്തേക്ക് അങ്ങ് കൊണ്ടുവരാം. u1 മൈനസ് u2 ഈക്വൽ ടു ഇവിടെ v2 ഉണ്ട്. ഇപ്പുറത്തേക്ക് വരുമ്പോൾ മൈനസ് v1 എന്ന് വരും. v2 മൈനസ് v1 എന്ന് വരും. അപ്പം നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയി ചേഞ്ച് ഇൻ വെലോസിറ്റി ആഫ്റ്റർ കൊളീഷൻ ഈക്വൽ ടു ബിഫോർ കൊളീഷൻ. ഇവിടെ നമുക്ക് ഇതിന് വേണമെങ്കിൽ ഡെൽറ്റ യു എന്ന് കൊടുക്കാം അല്ലേ? ചേഞ്ച് ഇൻ വെലോസിറ്റി ഇവിടെ നമുക്ക് ഡെൽറ്റ വി എന്ന് കൊടുക്കാം. ആൻസറായി. ഇനി രണ്ടാമത്തതാണെങ്കിലോ റിലേറ്റീവ് വെലോസിറ്റി ബിഫോർ കൊളീഷൻ ന്യൂമറിക്കലി ഈക്വൽ ടു റിലേറ്റീവ് വെലോസിറ്റി ആഫ്റ്റർ കൊളീഷൻ ആണ് ചോദിക്കുന്നതെങ്കിലോ u1 മൈനസ് u2 ഈക്വൽ ടു ഇവിടെ നമ്മളൊന്ന് തിരിച്ചെഴുതിയേക്കാം. v1 ആദ്യം ഒന്ന് എഴുതിയേക്കാം. അപ്പോൾ v1 ആദ്യം എഴുതുമ്പോഴത്തേക്കും ഒരു മൈനസ് സൈൻ അങ്ങ് പുറത്തേക്ക് എടുക്കുക. v1 മൈനസ് v2. ഇനി മൈനസിനകത്തേക്ക് കൊടുത്ത് നോക്കിയേ. ഇത് മൈനസ് v1 വരും. അതല്ലേ ഇവിടെ ഉള്ളത്? ഈ മൈനസും കൂടി പ്ലസ് ആവും. പ്ലസ് v2 അതല്ലേ ഇവിടെ ഉള്ളത്? അപ്പം തെറ്റിയിട്ടില്ലല്ലോ അല്ലേ? ഒരു മൈനസ് കോമൺ ആയിട്ട് പുറത്തെടുത്താൽ മതി. എന്ന് വെച്ചാൽ റിലേറ്റീവ് വെലോസിറ്റി ബിഫോർ കൊളീഷൻ, റിലേറ്റീവ് വെലോസിറ്റി ആഫ്റ്റർ കൊളീഷൻ. ഇവിടെ ഒരു മൈനസ് സൈൻ വരുന്നതുകൊണ്ടാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ന്യൂമറിക്കലി ഈക്വൽ ടു. മാഗ്നിറ്റ്യൂഡ് മാത്രം സെയിം ആണെന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ ഈ രണ്ട് ഇക്വേഷനും ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്തിട്ടോണം. ഇത് ഡെൽറ്റ യു ഈക്വൽ ടു ഡെൽറ്റ വി എന്നുള്ളൊരു ഇക്വേഷനും വരും. u1 മൈനസ് u2 ഈക്വൽ ടു മൈനസ് v1 മൈനസ് v2. രണ്ടും കൂടി ചോദിക്കില്ല, ഏതെങ്കിലും ഒന്ന് എഴുതാൻ ചോദിക്കുകയുള്ളൂ. ഓക്കെ ആണോ? ഇമ്പോർട്ടൻ്റ് ഡെറിവേഷനാണ്, പഠിച്ചോണം. ഇനി അധികം നാളൊന്നുമില്ല ക്രിസ്മസ് എക്സാമിന്. കഷ്ടിച്ച് 2 മാസം കൂടി ഇനി നമ്മുടെ കയ്യിലുള്ളൂ. അപ്പോൾ ഇപ്പം തന്നെ പഠിച്ചങ്ങ് പൊയ്ക്കോണം കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുതേ. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോയേക്കരുത്. ഓക്കെ, താങ്ക് യു.